ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും ഹിന്ദി ഈസി ക്രാക്ക് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നസാര ഹിന്ദി സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് യൂണിറ്റിലെ പാനി എന്ന ചാപ്റ്ററാണ്. അതിനു മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ഇനി നമുക്ക് തുടങ്ങാം. ടീച്ചർ ആയി, ടീച്ചർ വന്നു. ചട്ടീബീം കി വഹി സുനിത മിസ്, അതായത് 6Bയിലെ അതേ സുനിത മിസ് തന്നെയാണ് വന്നിട്ടുള്ളത്. സാത്വീം, അതായത് ഇത് 7ാം ക്ലാസ് ആണ് കേട്ടോ. ഇനി നമുക്ക് പാഠത്തിലോട്ട് പോവാം. ഈ കുട്ടികളോട് ടീച്ചർ ചോദിക്കുന്ന ചോദ്യമാണ് ഇനി. കൈസി രഹി ഗർമി കി ചുട്ടി, എങ്ങനെ ഉണ്ടായിരുന്നു വേനലവധിയൊക്കെ. ഗർമി എന്ന് പറഞ്ഞാൽ ചൂട്, ചുട്ടി എന്ന് പറഞ്ഞാൽ അവധി. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു വേനലവധിയൊക്കെ. സ്കൂൾ പൂട്ടി തുറന്നിട്ടുള്ള ക്ലാസ് ആണത് കേട്ടോ. അപ്പോൾ വേനലവധിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് ടീച്ചർ ചോദിക്കുന്നത്. അപ്പം കുട്ടികൾ മറുപടി പറയാണ്, അച്ചി രഹി ടീച്ചർ ജി, നല്ലത് തന്നെയായിരുന്നു ടീച്ചർ ജി. എന്താണ് അച്ചി എന്ന് പറഞ്ഞാൽ നല്ലത്. അപ്പം നല്ലത് തന്നെയായിരുന്നു ടീച്ചർ ജി. അപ്പോൾ ടീച്ചർ ചോദിക്കുകയാണ് കുട്ടികളോട്, ബാരിഷ് ഹോ രഹി ഹേന. ബാരിഷ് എന്ന് പറഞ്ഞാൽ മഴ, മഴയൊന്നും ഉണ്ടായിരുന്നില്ലേ. ബാരിഷ് ഹോനി ചാഹിയേ, എന്താണ് മഴ വേണല്ലോ. തബി അപ്പോൾ പാനി മിലേഗ, നമുക്ക് എന്താ കിട്ടുക, നമുക്ക് ജലം ലഭിക്കും. പാനി എന്ന് പറഞ്ഞാൽ ജലം, മിൽന എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കുക. അപ്പം തബി പാനി മിലേഗ, മഴ ഉണ്ടായാൽ നമുക്ക് ജലം കിട്ടും. പാനി നഹീം തോ, ജലം നഹീം തോ ഇല്ലെങ്കിൽ, സുനായേം, അപ്പോൾ ജലമില്ലെങ്കിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു പാഠമാണിത്. ഇനി നമുക്ക് വിശദമായിട്ട് നോക്കാം. ഈ പാഠത്തിൻ്റെ ഹെഡിങ് തന്നെ പാനി എന്നാണ്. അത് പാനി എന്ന് പറഞ്ഞാൽ ജലം. പാനി കാ ഗർ ബാദൽ ഹേ, അതായത് പാനി കാ ഗർ, ജലത്തിൻ്റെ വീട്, ബാദൽ ഹേ, മേഘത്തിലാണ്. ബാദൽ എന്ന് പറഞ്ഞാൽ മഴമേഘം. അപ്പം പാനി കാ ഗർ ബാദൽ ഹേ, ജലത്തിൻ്റെ വീട് മേഘത്തിലാണ്. വഹ് ആസ്മാൻ മേം ഛായേ ബാദലോ മേം രഹ്താ ഹേ. വഹ് ആസ്മാൻ മേം, ആ ആകാശത്തിലെ, ബാദലോ മേം, മേഘങ്ങളിൽ, രഹ്താ ഹേ, ജീവിക്കുന്നു. അതായത് ജലം ആകാശത്തിലെ മേഘങ്ങളിലാണ് ജീവിക്കുന്നത്. രഹ്ന എന്ന് പറഞ്ഞാൽ ജീവിക്കുക. വഹാം, അവിടെ, വഹാംസെ, അവിടെ നിന്നും, വഹാംസെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും, ധർത്തി പർ ബർസ് കർ ബഹ് ജാത്താ ഹേ. ധർത്തി പർ, ഭൂമിക്ക് മുകളിൽ, ധർത്തി എന്ന് പറഞ്ഞാൽ ഭൂമി, ധർത്തി പർ, ഭൂമിക്ക് മുകളിൽ, ബർസ് കർ, വർഷിച്ചിട്ട്, അതായത് മഴ പെയ്തിട്ട്, ബഹ് ജാത്താ ഹേ, അവ അങ്ങനെ ഒഴുകി അങ്ങനെ പോകുന്നു. അപ്പോൾ ആകാശത്ത് നിന്ന് മഴ ഭൂമിക്ക് മുകളിൽ വർഷിച്ചിട്ട് അതങ്ങനെ ഒഴുകി പോകുന്നു. ബഹ് ജാത്താ ഹേ എന്ന് പറഞ്ഞാൽ ഒഴുകി പോവുക. ബഹ്ന എന്ന് പറഞ്ഞാൽ ഒഴുകുക. എന്നിട്ട് പാനി ജർണോം സെ നിക്കൽക്കർ, അതായത് ജലം അരുവികളിൽ എത്തിയിട്ട്, അതായത് ജർണ എന്ന് പറഞ്ഞാൽ അരുവി, ജർണോം എന്ന് പറഞ്ഞാൽ അരുവികൾ. പാനി ജർണോം സെ നിക്കൽക്കർ, ജലം അരുവികളിൽ എത്തിയിട്ട്, താലാബോമേം, കുളങ്ങളിൽ, ജമാ ഹോത്താ ഹേ, അവ കൂടിച്ചേരുന്നു. ജമാകർ ഹോന കൂടിച്ചേരുക. അപ്പം ജലം അരുവികളിൽ എത്തിയിട്ട് അങ്ങനെ അരുവികളിൽ നിന്ന് അങ്ങനെ പുറപ്പെട്ടിട്ട് കുളങ്ങളിൽ അവ കൂടിച്ചേരുന്നു. എന്നിട്ട് അതിന് ശേഷം നദിയോം സെ ബേക്കർ, നദികളിൽ ഒഴുകിയിട്ട്, സാഗർ മേ മിൽ ജാത്താ ഹേ, അവസാനം സമുദ്രത്തിൽ കൂടിച്ചേരുന്നു അല്ലേ. സാഗർ എന്ന് പറഞ്ഞാൽ സമുദ്രം, സമുദ്രത്തിൽ എത്തുന്നു. വഹാംസെ, അവിടെ നിന്നും, ബാപ്പ് ബൻകർ, നീരാവിയായിട്ട്, ബാപ്പ് ബൻകർ എന്ന് പറഞ്ഞാൽ നീരാവിയായിട്ട്, ബാദലോംസെ, മേഘങ്ങളിൽ നിന്നും,
ബർസ് ജാത്താ ഹെ വീണ്ടും വർഷിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് മഴ അങ്ങനെ അരുവികളിലൂടെ അങ്ങനെ പോയി കുളങ്ങളിലൂടെ പോയിട്ട് പിന്നെ നദികളിൽ എത്തിയിട്ട് നദികളിൽ നിന്നും സമുദ്രത്തിൽ എത്തിയിട്ട് അവ വീണ്ടും ചൂടായിട്ട് വീണ്ടും മുകളിലോട്ട് പോകും. മേഘങ്ങളിലേക്ക് പോയിട്ട് വീണ്ടും വാദലോംസെ മേഘങ്ങളിൽ നിന്നും ബർസ് ജാത്താ ഹെ വീണ്ടും മഴയായിട്ട് വീണ്ടും വർഷിക്കുന്നു. ഇനി അടുത്ത പാരഗ്രാഫ്. ഹം ഉസ്സേ ഹി നഹാത്തെ ഹൈ. ഹം നമ്മൾ, ഉസ്സേ ഹി നഹാത്തെ ഹൈ ആ ജലം കൊണ്ട് നമ്മൾ കുളിക്കുന്നു. നഹാന എന്ന് പറഞ്ഞാൽ കുളിക്കുക, നഹാത്തെ ഹൈ എന്ന് പറഞ്ഞാൽ കുളിക്കുന്നു. പിന്നെ എന്താ ജലം കൊണ്ട് ചെയ്യുക? കപ്പടെ ധോത്തെ ഹൈ എന്താണ് വസ്ത്രം അലക്കുന്നു. പിന്നെ അടുത്തത് പ്യാസ് ലഗാനെ പർ ഉസേ പീത്തെ ഹൈ അതായത് പ്യാസ് എന്ന് പറഞ്ഞാൽ ദാഹം. പ്യാസ് ലഗാനെ പർ എന്താണ് ദാഹം ഉണ്ടാവുമ്പോൾ ഉസേ അതിനെ പീത്തെ ഹൈ കുടിക്കുന്നു. ഏതിനെ? ജലത്തിനെ അല്ലേ? ജലം കുടിക്കും ദാഹം ഉണ്ടാവുമ്പോൾ. അടുത്തത് പാനി സേ ഹി ഖാന ബനാത്തെ ഹെ ജലത്തിൽ നിന്നും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നു. ബനന എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുക എന്നാണ് കേട്ടോ. സബി മുഴുവൻ, പശു പക്ഷി ഉസേ പീത്തെ ഹെ എന്താണ് മൃഗങ്ങളും പക്ഷികളും ഉസേ അതിനെ ജലത്തിനെ പീത്തെ ഹൈ കുടിക്കുന്നു. കിസാൻ ഗേത്തോം കോ ഉസേ സീഞ്ചത്തെ ഹെ കിസാൻ കൃഷിക്കാരൻ ഖേത്തോം കോ വയലുകളിൽ, ഖേത്ത് എന്ന വയൽ അതായത് പാടം, വയലുകളിൽ ഉസ്സേ ജലം സീഞ്ചത്തേഹൈ നനക്കുന്നു. സീഞ്ചന എന്ന് പറഞ്ഞാൽ നനക്കുക, സീഞ്ചത്തേഹൈ നനക്കുന്നു. മച്ചലിയാം ഉസ്മേം രഹ്തീഹെ ജലത്തിൽ മച്ചലിയ മത്സ്യങ്ങൾ രഹ്തീഹെ താമസിക്കുന്നു. ജലത്തിൻ്റെ ഉപയോഗങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. പാനിക്കോ ഗന്ധ കർദേനേസെ പാനിക്കോ ജലത്തിനെ ഗന്ധ കർദേനേസെ മലിനമാക്കിയാൽ ഹം നമ്മൾ ബീമാർ ഹോ ജായെങ്കിൽ എന്താണ് രോഗികളായി പോകും. ജലം മലിനമാക്കിയാൽ നമ്മൾ രോഗികളായി പോകും. ഇസ്ലിയെ അതുകൊണ്ട് തന്നെ ഹമേശ എപ്പോഴും ഉസേ സാഫ് രഗെ ജലത്തിനെ, ഉസേ എന്ന് പറഞ്ഞാൽ അതിനെ എന്ന് പറഞ്ഞാൽ ജലത്തിനെ കുറിച്ചിട്ടാണ്. ഉസേ സാഫ് രഗെ ജലത്തിനെ നമ്മൾ എപ്പോഴും വൃത്തിയുള്ളതായി കൊണ്ട് നടക്കണം അല്ലേ. ജിത്തന ചാഹേം ഉത്തനാഹി ഇസ്തേമാൽ കരേം. ജിത്തന ചാഹേ ഉത്തനാഹി ഇസ്തേമാൽ കരേം എന്ന് പറഞ്ഞാൽ എത്രത്തോളമാണോ ആവശ്യമുള്ളത് അത്രത്തോളം ജലം മാത്രം ഉപയോഗിക്കുക. ജിത്തന ചാഹേം ഉത്തനാഹി ഇസ്തേമാൽ കരേം എന്ന് പറഞ്ഞാൽ എത്രത്തോളമാണോ ജലം ആവശ്യമുള്ളത് അത്രത്തോളം മാത്രം നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. കൂടുതലായിട്ട് ജലത്തിനെ പാഴാക്കരുത്. കൽ കേലിയെ നാളേക്ക് വേണ്ടിയിട്ട്, കൽ എന്ന് പറഞ്ഞാൽ നാളെ, കൽ കേലിയെ നാളേക്ക് വേണ്ടിയിട്ട്, പാനിക്കോ ജലത്തിനെ സംചിത് രഗെ എന്താണ് സംരക്ഷിച്ച് വെക്കൂ. ഇനി അടുത്ത് ഒരു 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പാനി കഹാം രഹ്താ ഹെ അതായത് പാനി അതായത് ജലം, കഹാം രഹ്താ ഹെ എവിടെയാണ് താമസിക്കുന്നത്. അതിൻ്റെ ആൻസർ ബാദലോമേം അതായത് മേഘങ്ങളിൽ എന്നാണ് കേട്ടോ. അപ്പം പാനി കഹാം രഹ്താ ഹെ ജലം എവിടെയാണ് താമസിക്കുന്നത്? ബാദലോമേം മേഘങ്ങളിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പാനി കിസ്സെ മിൽ ജാത്താ ഹെ ജലം എവിടെയാണ് അവസാനം ചെന്നിട്ട് കൂടിച്ചേരുന്നത്? അതിൻ്റെ ആൻസർ സാഗർമേം അതായത് സമുദ്രത്തിൽ. എവിടെയാണ് കൂടിച്ചേരുന്നത്? സമുദ്രത്തിൽ. ഹമേം കൈസ പാനി പീന ചാഹിയേ നമ്മൾ എങ്ങനെയുള്ള ജലമാണ് കുടിക്കാൻ ആഗ്രഹിക്കുന്നത്? സാഫ് പാനി വൃത്തിയുള്ള ജലം. അപ്പോൾ 3 ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ്? പാനി കഹാം രഹ്താ ഹെ ജലം എവിടെയാണ് താമസിക്കുന്നത്? ബാദലോമേം. പാനി കിസ്മേ മിൽ ജാത്താ ഹെ ജലം എവിടെയാണ് കൂടിച്ചേരുന്നത്? അവസാനം സാഗർമേം സമുദ്രത്തിൽ.
ഹമേം കൈസ പാനി പീന ചാഹിയേ, നമ്മൾ എങ്ങനെയുള്ള ജലമാണ് കുടിക്കാൻ ആഗ്രഹിക്കുന്നത്. സാഫ് പാനി. ഇനി അടുത്തത് ജലത്തിനെ കുറിച്ചിട്ടുള്ള ഉപയോഗമാണ്. പാനിക്ക ഉപയോഗം. ഇവിടെ എഴുതിയിട്ട് ഇത് പാനിക്ക ഉപയോഗം, ജലത്തിൻ്റെ ഉപയോഗം. ആദ്യമായിട്ട് ഹാത്ത് മുഹ് ധോനെ. ഹാത്ത് മുഹ് ധോനെ എന്ന് പറഞ്ഞാൽ കൈകളും മുഖവും കഴുകുക. ഹാത്ത് എന്ന കൈ, മുഹ് എന്ന മുഖം, കൈകളും മുഖവും കഴുകുക. ദാന്ത് മഞ്ചൻ കർണെ, അതായത് ഇതാണ് പല്ല് തേക്കാൻ ഉപയോഗിക്കുക. നഹാനെ, കുളിക്കുക. ജലത്തിൻ്റെ ഉപയോഗങ്ങളാണ് ഇതൊക്കെ കേട്ടോ. പിന്നെ അടുത്തത് കപ്പടെ ധോനെ. കപ്പടെ പറഞ്ഞാൽ വസ്ത്രങ്ങൾ. കപ്പടെ ധോനെ, വസ്ത്രങ്ങൾ അലക്കുക. അടുത്തത് ബർത്തൻ സാഫ് കർണെ. ബർത്തൻ എന്ന് പറഞ്ഞാൽ പാത്രം, സാഫ് എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കുക. ബർത്തൻ സാഫ് കർണെ, പാത്രങ്ങൾ വൃത്തിയാക്കുക. ഖാന ബനാനെ, എന്താണ് ഭക്ഷണം ഉണ്ടാക്കുക. ഇത്രയുമാണ് ജലത്തിൻ്റെ ഉപയോഗം ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി താഴെ കാണുന്നുണ്ട് പാനി അമൂല്യ ഹേ, ജലം അമൂല്യമാണ്. അതിനെക്കുറിച്ചിട്ട് 2 വരി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പാനി സംരക്ഷൺ കരോ, ജലം സംരക്ഷിക്കൂ. ധർത്തിക്കോ ബച്ചാവോ, ഭൂമിയെ രക്ഷിക്കൂ. ജിത്തന ചാഹേ ഉത്തനാഹി ഇസ്തേമാൽ കരോ, എത്രത്തോളമാണോ നമ്മൾക്ക് ആവശ്യമുള്ളത് അത്രത്തോളം മാത്രം ജലത്തിനെ ഉപയോഗിക്കൂ. ഇത്രയുമാണ് ഈ പാഠഭാഗമുള്ളത്. ഈ പാഠഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ ഒന്ന് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ പാഠത്തിനെ കുറിച്ചിട്ടുള്ള കമൻസുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.